ഹലോ നമസ്കാരം. ട്രാവൽ വിത്ത് ഫസലിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മാസ്ക് ഇട്ടുള്ളതൊന്നുമല്ല, മുഖം ഫേസ് ഫുള്ള് പൊള്ളിയിട്ടുണ്ട്. അപ്പോൾ അത് മാറി വരുന്നുള്ളൂ, അതുകൊണ്ടാണ് എൻ്റെ കൈയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു പുഴയിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോഴാണ് ഒരു കുപ്പി ശ്രദ്ധപ്പെട്ടത്. അപ്പോൾ ഞാൻ കരുതി കുപ്പിയുടെ പിന്നാലും ട്രാവൽ ചെയ്ത് നോക്കാം. ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾക്ക് പിറകെ എവിടെ നിന്നാണ് കുപ്പി വരുന്നത്, എങ്ങോട്ടാണ് കുപ്പി പോകുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് എത്ര പേർ ജീവിക്കുന്നു, എത്ര ആളുകളുടെ സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത്, എത്ര ആളുകളുടെ കുടുംബങ്ങളാണ് ഈ കുപ്പിയുമായി ബന്ധപ്പെട്ട് പുലർന്നു പോകുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. ഒരാൾ എന്താ പറയുക, അയാൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാൾ സ്ഥലം നോക്കിയിട്ട് പറയുകയാണ് ഇപ്പോൾ ഇത് റെൻറ്റിന് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ബിൽഡിങ് ഉണ്ടാക്കുക. അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാസം മുമ്പേക്ക് റെൻറ്റ് കിട്ടും. അങ്ങനെ അയാൾ ആ സ്ഥലത്ത് ഒരു ബിൽഡിങ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ അപ്പോൾ എന്തായി, അതിൻ്റെ ആ ബിൽഡിങ് ഉണ്ടാക്കിയ റെൻറ്റ് കൊടുത്താൽ മാസം അയാൾക്ക് എന്നും ക്യാഷ് കിട്ടും. വേറെ സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുകയാണെന്ന് എഴുതിയാണ്ട് എന്ത് ചെയ്തു, ഈ കമ്പനി ഏറ്റെടുക്കും. കമ്പനി അല്ല, ഈ ഒരു ബിൽഡിങ് എടുക്കുന്നു. അവിടെ ഇതേപോലെ ബോട്ടിലുകൾ നിർമ്മിക്കാനുള്ളൊരു, നമ്മളെ പറയപ്പെട്ട ബോട്ടിൽ, ഈ ബോട്ടുകൾ നിർമ്മിക്കാനുള്ളൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫാക്ടറി അയാൾ തുടങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായി, അവിടെ 2 പേരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോവാണ്. മറ്റയാൾക്ക് മാസം റെൻറ്റ്, ഇയാളുടെ ഒരു കമ്പനി എന്താ പറയുക, ഇത് ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നിടത്തോളം കാലം ഇയാൾക്ക് അതിൻ്റെ വരുമാനം കിട്ടും. അപ്പോൾ ഈ കമ്പനിയിലേക്ക് മെഷീനറീസ് വരും. ആ മെഷീനറീസ് ഉണ്ടാക്കുന്ന വ്യക്തികൾ, ഈ മെഷീനറീസ് കൊണ്ടുവരുന്ന ആൾക്കാർ, അതേപോലെ ഈ കുപ്പിയുടെ മെറ്റീരിയൽ കൊണ്ടുവരുന്ന ആൾക്കാർ, കുപ്പി ഉണ്ടാക്കാനൊക്കെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും, അത് കൊണ്ടുവരുന്ന ആൾക്കാർ, അങ്ങനെ എന്താ പറയുക, അവിടെയൊക്കെ പണം കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ കുപ്പികൾ ഉണ്ടാക്കാൻ എക്സ്പീരിയൻസ്ഡായ തൊഴിലാളികൾ, അതേപോലെ ഈ കുപ്പികൾ പിന്നെ ലോഡാക്കി കൊണ്ടുപോകും. അപ്പോൾ ഈ ലോഡാക്കി കൊണ്ടുപോകുന്ന ഡ്രൈവർമാർ, അല്ലെങ്കിൽ അതിൻ്റെ ലോറിൻ്റെ ഉടമസ്ഥർ, ഇങ്ങനെ ഒരുപാട് പേരുടെ കുടുംബങ്ങളാണ് എന്താ പറയുക ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോകുന്നത്. പിന്നെ ഈ കുപ്പിയുടെ മൂല്യം നിശ്ചയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫൈനൽ നിശ്ചയിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പാനീയങ്ങൾക്കനുസരിച്ചാണ്. ഫ്രൂട്ടി ആകുമ്പോൾ വേറെ വില, അതേപോലെ കൊക്കോകോള, 7up, അതേപോലെ വെളിച്ചെണ്ണ, അങ്ങനെ എണ്ണകൾക്കനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ എന്താണോ അതിനനുസരിച്ച് കുപ്പികളുടെ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യം ചിലതിന് 20 രൂപക്കരം, ചിലപ്പോൾ 40 കരം, 60 കരം, വലുപ്പത്തിൽ മാത്രമല്ല ഒരേ വലുപ്പത്തിലുള്ള ഇതിൻ്റെ ഉള്ളിലെ പാനീയങ്ങൾ മാറുമ്പോൾ റേറ്റിന് മാറ്റം വരും. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരാൾ ഒരു വെള്ളത്തിൻ്റെ കമ്പനി തുടങ്ങുമ്പോൾ അവിടെ അയാളുടെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണ്. അപ്പോൾ അയാൾക്ക് ഈ കുപ്പി വേണം, ഇയാൾ കുപ്പികൾക്ക് വേണ്ടി ഫാക്ടറികൾ സമീപിക്കും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളുടെ എന്താ പറയുക, സ്വപ്നങ്ങൾക്ക് പിറകെ ഇങ്ങനെ സഞ്ചരിക്കായിരിക്കും ഇത്. പിന്നെ ഒരാളൊരു വെള്ളത്തിൻ്റെ ഒരു കമ്പനി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു മിനറൽ വാട്ടറിൻ്റെ ഒരു കമ്പനി തുടങ്ങുമ്പോൾ അയാൾക്ക് കുപ്പികൾക്ക് ആവശ്യം വരും. അപ്പോൾ ഇയാൾ ഈ ഫാക്ടറിയെ സമീപിക്കും. അപ്പോൾ അവിടെ ഒരു കൈമാറ്റം നടക്കും. എന്താ പറയുക, അയാളുടെ ഒരു ലോറി വാടക എടുക്കുക, അല്ലെങ്കിൽ ഒരു ഡ്രൈവർ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികം ആ ഡ്രൈവറുടെ കുടുംബം കഴിഞ്ഞു പോകുന്നു ഈ പൈസക്ക്. പിന്നെ അവിടുന്ന് കുപ്പികൾ ലോഡാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ഈ കുപ്പികൾ വേറെ കടകളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ആ കടകളിലെ ആളുകളുടെ വരുമാനം, ഇങ്ങനെ എന്താ പറയുക, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്, ഫുൾ സാമാന്യം നമ്മുടെ ലോകത്ത്. അപ്പോൾ നമുക്ക് ഈ കുപ്പി എന്താ പറയുക, കുപ്പി ഉണ്ടാക്കണം നോക്കാമല്ലോ, കുപ്പി എങ്ങനെ നിർമ്മിക്കാൻ നമുക്ക് നോക്കാം. അതിൻ്റെ ഫാക്ടറിക്ക് നമുക്ക് പോയി നോക്കാം. നമ്മൾ കുപ്പികൾക്ക് പിന്നാലെ പോകുമല്ലോ, അപ്പോൾ പിന്നെ പുഴയിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു. ഇവിടെ വേറൊരു കുപ്പി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധനം നോക്കി നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അതേ വണ്ടികൾ പിന്നെ എപ്പോഴും കാണും. നമ്മളിപ്പോൾ ഒരു വീട് കയറ്റാൻ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ കണ്ടെപ്പോഴും പുതിയ വീട് കയറ്റിനോട്ടൊക്കെ വരിക. അതേപോലെയാണ് ഇപ്പോൾ കൺമുമ്പിൽ ഫുള്ള് കുപ്പി വരുന്നത്. ഇതാണോ അങ്ങനെ നമ്മൾ പറഞ്ഞ ഒരു മനുഷ്യൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന, അല്ലെങ്കിൽ ഒരാളുടെ കുടുംബം കഴിഞ്ഞു പോകുന്ന കുപ്പികൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയിലാണ് കേട്ടോ നമ്മളുള്ളത്. അതുകൊണ്ട് ഒരുപാട് കുപ്പികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെറിയ മെറ്റീരിയലുകളുണ്ടോ, ഇതാണ്ടോ ബോട്ടിലുകളായി മാറുന്നത്. ഇതെങ്ങനെ ബോട്ടിലായി മാറുന്നതിലൊക്കെ നോക്കാം. ഈ മെറ്റീരിയൽ ഈ മെഷീനിൽ ആദ്യം നോക്കുക, അത് ആദ്യം ഹീറ്റാക്കുകയാണ് ചെയ്യുക. ഇത് ഹീറ്റാക്കുന്ന മെഷീനാണ്. ഇത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇത് ഒറ്റ റൗണ്ട് ആകുമ്പോൾ അത് ഹീറ്റായി വരും. ഇത് ഹീറ്റായി ഉടനെ തന്നെ വേറെ മെഷീൻ വെച്ചിട്ടാണ് ഇത് ബോട്ടിൻ്റെ ഒരു ഷേപ്പിലേക്ക് എത്തിക്കുക. ഇതാണ്ടോ ഈ റൗണ്ട് കഴിയുന്നോട് കൂടി അവിടെ നിന്ന് ഒരാൾ ഇതിങ്ങനെ എടുക്കും. കണ്ടോ, ഒരാൾ എടുക്കണ്ടില്ലേ.
ഇതെടുത്തിട്ട് വേറെ മെഷീൻ വെക്കുക ചെയ്യാം. ഇതാണ് ഫസ്റ്റ് റൗണ്ടിൽ ഹീറ്റ് ആയതിനു ശേഷം ഇവിടുത്തെ ഈ മെഷീനുകളില്ലേ അതിമത്ത് വെക്കുക ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഒരു അച്ചുണ്ടാവും കേട്ടോ. നമുക്ക് ഏത് ബോട്ടിലിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടുള്ള അച്ചുണ്ടാവും. ആ അച്ചിനനുസരിച്ചാണ് അത് കയറി വരുമ്പോൾ ആ ഷേപ്പിൽ ബോട്ടിൽ വരിക ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ നിൽക്കാതെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഒരു കൈ കൊണ്ട് നമ്മളത് മെറ്റീരിയൽ വെക്കണം, മറ്റേ കൈ കൊണ്ട് നമ്മൾ ഹീറ്റായ മെറ്റീരിയൽ എടുത്തിട്ട് ആ മെഷീനിൽ വെക്കണം. നമ്മൾ ചാർലി ചാപ്ലിൻ്റെ സിനിമ ഉണ്ടല്ലോ, ഈ എന്താ പറയുക, സ്ക്രൂ ഡ്രൈവർ നിന്ന് മുറുക്കുമ്പോൾ ഉറക്കത്തിൽ തന്നെ മുറുക്കുമല്ലോ, അതേപോലെയാണ് നിൽക്കാതെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. രണ്ട് പേരാണ് കേട്ടോ ഇവിടെ വർക്കിനുള്ളത്. ഒരാൾ ആ മെറ്റീരിയൽ അവിടെ ആ മെഷീനിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോട്ടിൽ ഈ താഴത്തേക്ക് ചെയ്യണുണ്ടോ, മറ്റേ ആൾ ഇതിങ്ങനെ ഓരോ ബോട്ടിൽ ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. ഇത് ആവശ്യക്കാരോട് വരും, എന്നിട്ട് ഇത് ലോഡാക്കി കൊണ്ടുപോവുകയാണ് ചെയ്യുക. നിൽക്കാതെയുള്ള വർക്കാണ് രണ്ട് പേർക്കും വരിക. ചെയ്ത വർക്ക് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുക. ഒരാൾ അങ്ങനെ ബോട്ടിലിങ്ങനെ താഴെ വീണ ബോട്ടിലിങ്ങനെ അടുക്കി കഴിയണത്, മറ്റൊരാളുടെ ബോട്ടുകളിങ്ങനെ എന്താ മെഷീൻ വെച്ചാൽ ബോട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യും. വേറെ ആൾക്കാർ സംസാരിക്കുക അല്ലെങ്കിൽ വർക്കിനില്ല, അതൊന്നുമില്ല, എടുത്ത പണി അങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാരോ. ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയ അടിച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത്. ആ മെറ്റീരിയൽ വെക്കുന്ന മെഷീൻ കണ്ടില്ലേ, അവിടെ ഓരോ അച്ചുകൾ വെക്കുക ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലാണ് ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ആ അച്ച് വെച്ചിട്ട് അതിന്മേണ് ഈ മെറ്റീരിയൽ വെക്കുന്നത്. അപ്പോൾ ഈ ഷേപ്പിൽ ബോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള അച്ചുണ്ട്. ഇവിടെ ഇത് ഫുൾ അച്ചുകളുണ്ടാവും, ഓരോ ഷേപ്പിലുള്ള അച്ചുകളാണ്. ഒരേ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അച്ചുകൾക്ക് അനുസരിച്ചാണ് ബോട്ടിലിൻ്റെ ഷേപ്പ് മാറുന്നത്. പിന്നെ ഈ ബോട്ടിലിൻ്റെ അച്ചാണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ ഈ മെറ്റീരിയൽ കണ്ടില്ല, ഇത് എന്താ പറയുക, ഒരേ അളവല്ല കേട്ടോ വരിക. നമ്മളെ ബോട്ടിൻ്റെ വലുപ്പത്തിനൊക്കെ മാറ്റം വരുമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് മെറ്റീരിയലുകൾ ചെറുതും വലുതൊക്കെ ഉണ്ടാവും. ഒരേ അളവിലുള്ള മെറ്റീരിയലെല്ലാം ഉണ്ടാവുക. അപ്പോൾ നമ്മളത് ഹീറ്റാക്കാൻ വെക്കുമ്പോൾ എന്താ പറയുക, കറക്റ്റ് ഒരു റൗണ്ട് ആകുമ്പോഴാണ് കറക്റ്റ് ഹീറ്റ് വരിക. രണ്ടാമത്തെ റൗണ്ട് വന്നാൽ ഈ മെറ്റീരിയൽ കംപ്ലൈൻ്റ് ആവും, ഇതൊരു വൈറ്റ് കളറായി മാറും, അത് പിന്നെ യൂസ് ചെയ്യാൻ കഴിയില്ല. ഇത് കണ്ടില്ല, ഇത് ഓവർ ഹീറ്റായിട്ട് വന്ന കംപ്ലൈൻ്റ് ആണ് കേട്ടോ. മെറ്റീരിയൽ ഇതേപോലെ എന്താ പറയുക കംപ്ലൈൻ്റ് ആയി മാറും ഓവർ ഹീറ്റ് ആയാൽ. ബോട്ടിലുകൾ എങ്ങനെ നിർമ്മിക്കുക എന്നുള്ള ഒരു ഏകദേശം ഐഡിയ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ കാണുന്ന കുപ്പികളൊക്കെ ഓരോ ആവശ്യക്കാർ എന്താ പറയുക അത് കൊണ്ടുപോകും, ലോഡാക്കി കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ പ്രൊഡക്റ്റ് അതിലേക്ക് ഫില്ല് ചെയ്യും. എന്നിട്ട് ഓരോ കടകളിൽ കൊണ്ടുപോയി എന്താ പറയുക സെയിൽ ചെയ്യും. ആവശ്യക്കാർ അത് വാങ്ങി ഉപയോഗിക്കും. അപ്പോൾ ബോട്ടിലുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ, എന്താ ചെയ്യാന്നുള്ളത്, ഇതോരോ കമ്പനിക്കാർ വാങ്ങിയാണ്ട് എന്ത് ചെയ്യും, അവരുടെ പ്രൊഡക്റ്റ് എന്താ പറയുക അതിലേക്ക് ഇറക്കും. എന്നിട്ട് ഓരോ കടകളിൽ പോയി സെയിൽ ചെയ്യും. നമ്മളെപ്പോലുള്ള ആവശ്യക്കാരെ പോയി വാങ്ങും. നമ്മളെ വീടുകളിൽ എന്ത് ചെയ്യും, ആ കുപ്പിയൊക്കെ ഒരു സൈഡിൽ വെക്കുക അല്ലെങ്കിൽ എന്തും ചെയ്യും. ആക്രിക്കാർ വരുമ്പോൾ അവരത് എടുക്കും. നമുക്ക് അതിനെന്തെങ്കിലും ചെറിയ എന്തെങ്കിലും പൈസ തരും. ഇവരെന്ത് ചെയ്യും, വേറെ ആക്രിൻ്റെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. ആക്രിക്ക് തന്നെ സ്ക്രാപ്പ്. ഈ സ്ക്രാപ്പ് കൊടുക്കുന്ന ബോട്ടിലുകൾ വലിയ വലിയ ചാക്കിലൊക്കെ അവിടെ വെക്കണതാണ്. ഇത് ഇവരെന്താ ചെയ്യുക, അറിയുന്നവർ ആരെങ്കിലും കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ, എൻ്റെ നാട് പാണ്ടിക്കാടാണ്. പാണ്ടിക്കാട് വണ്ടൂർ പഞ്ചായത്തിലൊക്കെ ഈ ബസ് സ്റ്റോപ്പിനോട് ചാരി അല്ലെങ്കിൽ ചില അങ്ങാടികളിലൊക്കെ ഒരു ബോട്ടിലിൻ്റെ ഷേപ്പിൽ ഒരു എന്താ പറയുക ഇരുമ്പ് കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഇതൊക്കെ എഴുതിയിട്ടുണ്ടാവും. അതിൽ കുറേ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇടാനാണത്. ഇത് എന്തിനാണ് ഇത് അങ്ങാടിയിലെ കുപ്പി എന്താ പറയുക റോഡ് സൈഡിൽ വലിച്ചെറിയണ്ടെന്ന് കരുതിയിട്ടാണോ, അതോ ഈ കുപ്പി പിന്നെ എന്താണ് അവർ ചെയ്യുക, അതെന്താണ് സംഭവം എന്ന് അറിയുന്നവർ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താ സംഭവം എന്ന് അറിയുന്നവർ. ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിൽ ബോട്ടിലുകളുടെ പിന്നാലെ അല്ലെങ്കിൽ കുപ്പികളുടെ പിന്നാലെ യാത്ര ചെയ്തു. ഇനി നമ്മൾ വേറെ ചില സാധനങ്ങളുടെ പിന്നാലെ നമ്മൾ യാത്ര ചെയ്യും. യാത്രകൾ അവസാനിക്കുന്നില്ല. അപ്പോൾ ബോട്ടിലുകളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.